2008 ഏപ്രിൽ 1-നാണ് CPM പ്രവർത്തകൻ വിഷ്ണു കൊല്ലപ്പെടുന്നത്. 16 RSS പ്രവർത്തകർ പ്രതികളായ കേസിൽ മൂന്നാം പ്രതി രഞ്ജിത്ത് കൊല്ലപ്പെടുകയും മറ്റൊരു പ്രതിയായ ആസാമനി ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ മനോജ്, ബാലു മഹേന്ദ്രൻ, സതീഷ്, മണികണ്ഠൻ, വിനോദ്, സന്തോഷ്, ബിജുകുമാർ, രഞ്ജിത്ത്, ബബിൽ, ബോസ്, സുഭാഷ് ഉൾപ്പെടെ 11 പേർക്ക് ഇരട്ട ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചു. എല്ലാവരും 55,000 രൂപ വീതം പിഴയും നൽകണം. 15-ാം പ്രതി ശിവലാലിന് ജീവപര്യന്തം തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. പ്രതികളെ കന്യാകുമാരിയിൽ ഒളിവിൽ കഴിയാൻ സഹായിച്ച 11-ാം പ്രതി ഹരിലാലിന് 3 വർഷം കഠിന തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. 16-ാം പ്രതി അരുണിനെ കോടതി വെറുതെ വിട്ടിരുന്നു. സംഭവ ദിവസം രാവിലെ തിരുവനന്തപുരം കൈതമുക്ക് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് 6 ബൈക്കുകളിലായി എത്തിയ പ്രതികൾ വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 2008 മാർച്ച് 27-ന് കോട്ടയ്ക്കകത്തുള്ള RSS ഓഫീസ് ആക്രമിക്കപ്പെട്ടതിന്റെ പ്രതികാരമായിരുന്നു കൊലയ്ക്ക് പിന്നിലെന്നായിരുന്നു കണ്ടെത്തൽ. 2006 മുതലുള്ള കാലയളവിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയെ രേഖാമൂലം അറിയിച്ചിരുന്നു. 2016-ൽ ഇതുവരെ 13 കൊലപാതകങ്ങളാണ് നടന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്ന് വിധി പ്രസ്താവിക്കവേ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി TK മിനിമോൾ നിരീക്ഷിച്ചു. പ്രതികളുടെ പ്രായവും മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതും പരിഗണിച്ചാണ് വധശിക്ഷ നൽകാത്തതെന്നും കോടതി വ്യക്തമാക്കി. പ്രതികൾ നൽകുന്ന പിഴത്തുകയിൽ നിന്നും 3 ലക്ഷം രൂപ വിഷ്ണുവിന്റെ കുടുംബത്തിന് കൈമാറാനും കോടതി ഉത്തരവായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.